മദ്യവും മയക്കുമരുന്നൊക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നടക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളൊരു കലാകാരനാവാൻ സാധിക്കില്ല. മമ്മൂക്കേനെ കണ്ടിട്ടില്ലേ? എത്ര വയസ്സുണ്ട്? അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിന് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും കലയെ ഉത്തേജിപ്പിക്കാൻ ഇതൊക്കെ നല്ലതായിരിക്കും എന്നുള്ള വളരെ തെറ്റിദ്ധാരണകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പം ഈ ബൾബിലേക്ക് ഇലക്ട്രിസിറ്റി കയറ്റിവിട്ടാൽ നല്ല പ്രകാശമായിരിക്കും, ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, എൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകും, പിന്നെ തിരിച്ചു വരാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ശരീരം നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ മോൻ ചോദിച്ചതിൻ്റെ എന്താ ചോദിച്ചത് കൃത്യമായിട്ട്? പുതിയ തലമുറ തന്നെ അതാണ് ആദ്യം വേണ്ടത്, നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, നമുക്ക് ജോലി വേണമെന്നില്ല, ജോലി വരും, നമ്മളെ തേടിയെത്തും, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എത്തും. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എനിക്ക് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഏത് വേഷവും ചെയ്യാൻ സാധിക്കും, എവിടെ നിന്ന് വേണമെങ്കിൽ ചാടാൻ സാധിക്കും. വയ്യാത്ത അവസ്ഥ നമുക്കറിയാം, പല കലാകാരന്മാർ, ഞാരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല, അകാലത്തിൽ നഷ്ടപ്പെട്ടു വരിക. കുറേ പേര് നമുക്ക് മദ്യം കാരണം കുറേ സിനിമാ താരങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ഇനി മയക്കുമരുന്ന് കാരണം കുറേ താരങ്ങൾ ഇല്ലാതായി പോകും. അപ്പോൾ ഇതൊന്നും എടുത്ത് ഓൺലൈനിൽ ഇടാനല്ല, വിവാദമാക്കാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പുതിയ തലമുറക്ക് വരുന്ന ഇതാണ്. അപ്പം നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കലാകാരന് വേണ്ടത് ആരോഗ്യമാണ്. അപ്പോൾ പുതിയ